ഇവിടെ ഒരാൾ മറങ്ങി നിന്ന് അവനെ ഗൺ ഷോട്ട് ചെയ്യാണ്. അത് കാരണം അവന് നല്ല മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ബ്ലീഡിംഗ് ഒക്കെ വരികയാണ്. ഇവനെ കണ്ടതും അവൻ്റെ ബോയ് ഫ്രണ്ട് ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അവൻ്റെ വയറിൽ മുറിവ് പറ്റിയ കാര്യമൊന്നും അവൻ അറിയുന്നില്ല. പിന്നീട് നോക്കുമ്പോഴാണ് അവൻ ബ്ലീഡിങ് ചെയ്യുന്നത് ഇവൻ അറിയുന്നത്. ഉടനെ തന്നെ അവൻ പാനിക്കായിട്ട് അവനെ കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ പോവുകയാണ്. ആ സമയത്തൊക്കെ അവൻ നല്ല രീതിയിൽ പേടിച്ചിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വിധമൊക്കെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവന് സർജറിയൊക്കെ ചെയ്യുകയാണ്. ആ സമയത്ത് ഡോക്ടറിനെ കരഞ്ഞ് കാല് പിടിക്കുകയും അവൻ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരയുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ആയ ബ്ലഡൊക്കെ നോക്കിയിട്ട് അവൻ ഒരുപാട് കരയാണ്. അവൻ ഇപ്പോഴും ആ ഒരു ഷോക്കൊന്നും വിട്ട് മാറിയിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഷോക്ക് അവനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ്റെ കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ കയ്യിലായ ബ്ലഡൊക്കെ നോക്കിയിട്ട് അവൻ ഒരുപാട് കരയുന്നുണ്ട്. അത്രയും മാത്രം ബ്ലഡ് അവൻ്റെ ശരീരത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഡോക്ടറും ഇവൻ്റെ അടുത്ത് വന്ന് പറയാണ് അവൻ ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ ക്രിട്ടിക്കൽ സ്റ്റേജ് ഓവർകം ചെയ്തു. ഇപ്പോൾ ഡേഞ്ചർ സോണിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. അവൻ റെസ്റ്റിൽ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് അവൻ ആദ്യം കാണുന്നത് ഇവൻ്റെ ബോയ് ഫ്രണ്ടിനെയാണ്. ആ സമയത്ത് അവൻ്റെ തലയിൽ തൊട്ട് തലോടിയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അവൻ ഒരുപാട് പേടിച്ചു എന്നുള്ള കാര്യം ഇവനറിയാം. അവൻ ചോദിക്കുകയാണ്, കണ്ണ് തുറന്ന സമയത്ത് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? നിനക്ക് സാധാരണ രീതിയിൽ നോർമലായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ അടുത്ത് ഒരുപാട് ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ തിരിച്ചൊന്നും പറയുന്നില്ല. അവൻ ഒരുപാട് വിഷമമാവുന്നുണ്ട്. ഇവൻ്റെ ഈ ഒരു പേടിക്കും ഈ ഒരു അവസ്ഥയ്ക്കും ഇവൻ കാരണമായതിൽ. അവൻ്റെ പേടിയൊക്കെ മാറി അവനൊന്ന് ഓവർകം ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു.